പാരായില്ലേ? എടാ, മലയാളിയായി പോയോണ്ട് നിനക്കൊരു എല്ല് കൂടുതലാണല്ലേടാ. ഇവൻ എല്ലാ സത്യവും പറഞ്ഞിട്ട് നിൽക്കുക. മര്യാദക്ക് സംഭവിച്ചു. ഗൗഡയല്ലേ നിന്നെ പറഞ്ഞയച്ചത് മൂസയെ കൊല്ലാൻ? നീ വാ തുറക്കല്ലേടാ. പറയടാ. നീ പറയില്ല. പോലീസിന്റെ പിടിപ്പെട്ടത് രണ്ടും നിന്റെ ഗാങ്ങിലെ ആൾക്കാരാണ്. കവേർഡ്സ്. അവരെന്നെ കുറിച്ച് എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ കൊന്നുകളയും. ചന്ദ്ര എന്നടാ ഇതെല്ലാം ഉടനെ கையடா எற கை வாடா இந்த பக்கம் இதெல்லாம் நான் பாத்துறேன். வா யாரா ஒருத்த கழுத கோவிந்தன் ஆபீஸ்ல வந்து നോക്ക്. പോടാ മറമണ്ട. മറമണ്ട. ആ ഗോവിന്ദരെ, എണ്ടൊരാളും പോലീസ് ലാക്കപ്പില് എങ്ങനെ കിടന്നിട്ടില്ലേ? ഇത് ആദ്യം. ചേച്ചേ യോ ഓയാ, ഇതെല്ലാം എനിക്ക് മോശം. ഇന്ന് വിടണം ഇപ്പോ. സരി, 1 മണിക്കൂർ അവരെ വിട്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കേ. ഹലോ ഹലോ. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ. എടോ, താനാ ഗൗഡയുടെ ആൾക്കാരെയും തുറന്നുവിട്. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല സാർ. കസ്റ്റഡിയിലുള്ള 2 ആൾക്കാരുടെ മൊഴി വളരെ ലീഡിംഗ് ആണ്. ദേ ക്യാൻ ഗീവ് സ്ട്രോങ് prima facie evidence against ഗൗഡ. അത് കേട്ടിട്ട് ഇനിയിപ്പോ ഗൗഡയുടെ പുറകെ പോകാനാണോ തന്റെ പരിപാടി? സാർ. നോ സാർ. വേണ്ട. ഗൗഡയെ തൊട്ടുള്ള കളി വേണ്ട. സൂക്ഷിക്കണം, പേടിക്കണം. അങ്ങനെ പേടിക്കാൻ ഈ ഗൗഡയുടെ മേലാഫീസറൊന്നും അല്ലല്ലോ സാർ. ജയശങ്കർ, യു ഹേർഡ് വാട്ട് ഐ സെഡ്? എടോ, ഇത് അധോലോകത്തെ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളും. കൊണ്ടും കൊടുത്തും അവര് കണക്ക് തീർത്തോളും. നമ്മൾ പോലീസുകാർ അതിലൊന്നും ഇടപെടണ്ട. നമുക്ക് വല്ല മുച്ചീട്ട് കളിക്കാരെയോ പോക്കറ്റ് അടിക്കാരെയോ ഒക്കെ പിടിച്ച് അങ്ങ് ജീവിച്ചാ പോരടൂ. അല്ലെങ്കിൽ തന്നെ ഈ ചത്തുപോയ മൂസ ജീവിച്ചിരുന്നിട്ട് ഈ നാടിനെന്താ കോണം? ആർക്കാ പ്രയോജനം? ഈ ടു വാസ് എ ക്രിമിനൽ, എ സ്മഗ്ലർ, എ ബൂട്ട്ലെഗർ, ടോട്ടലി ഇല്ലിസിറ്റ് ആൻഡ് വാട്ട് നോട്ട്. സമ്മതിച്ചു സാർ. പക്ഷേ മരിച്ചതാരായാലും കൊന്നവൻ നിയമത്തിന്റെ കണ്ണിൽ കൊലപാതകയാണ്. ആൻഡ് സാർ, ഐ ഫീൽ ദാറ്റ് ഐ ആം ബൗണ്ട് ടു ബുക്ക് ദ അസാസിൻസ്. ഐ സെഡ് നോ. പ്രതികളെ പിടിക്കേണ്ടതാണോ സാർ? യെസ്, ഇറ്റ്സ് ആൻ ഓർഡർ. സോറി സാർ, ഉത്തരവാണെങ്കിൽ ഐ വാണ്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വാട്ട് ഡു യു മീൻ? ഡെപ്യൂട്ടി കമ്മീഷണറുടെ സീല് വെച്ച വെള്ളക്കടലാസിൽ അങ്ങനെ എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും. എങ്കിലേ ഞാൻ അനുസരിക്കും. അങ്ങനെ തയ്യാറാണെങ്കിൽ ക്ലിയർ ഔട്ട് യു ഫൂൾ. കർത്തവ്യ നിർവഹണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പര്യായം പൂളെന്നാണെങ്കിൽ താങ്ക് യു സാർ. അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്, അഭിമാനമാണ്. പക്ഷേ സാർ, ഈ ഫൂളിന്റെ മേലുദ്യോഗസ്ഥനും ഉണ്ടാവണമല്ലോ ഒരു വിശേഷണം, അല്ലേ? അതെന്താവും? ഇഡിയറ്റ് എന്നോ? ഷാൽ ഐ കോൾ യു ആൻ ഇഡിയറ്റ്? I say you get out! என்ன விஷயம்? யூ ஆர் அண்டர் அரெஸ்ட். அதுக்கு ஏன் இவ்வளோ பெரிய கும்பல்? இல்ல தேவையா? சரி, நீ போய்க்கோ, நான் தனியா வந்துடும். வண்டி ஆடுறா. அரசும் சார். என்னடா இதெல்லாம் புதுசா நமக்கு? காக்கி துப்பாக்கி எல்லாம் வெளியே எடுக்காத, போட்டுன்னு வெடிச்சிரும். உள்ள வை நாராயணா,
போடு போடு. Don't move. டேய் சந்திரா, Arrest both. குடுறா கைய. அவன்லாம் சொல்ற வரைக்கும் ஏன்டா வச்சுக்கிற? குடுறா. கழுத. நீங்க எதுக்கு சார் பயப்படுறீங்க? அட வாங்க சார். ഹലോ അല്ല, പോലീസ് സ്റ്റേഷൻ അല്ല, ഇത് ಕಂಫರ್ಟ್ ಸ್ಟೇಷನ್. ಈ ಪತ್ರಕಾರ ಕೊಂಡು ತೋಟು. ಈಗ ನಿಮ್ಮನೆ ಬಿಡುತ್ತವೆ, ಆದರೆ ಇಷ್ಟಕ್ಕೋ ಮುಗಿದು ಅಂತ ತಿಳ್ಕೋಬೇಡಿ. പൊയ്ക്കോ. ഓടാ, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ ഈ ചൂന്താണി വിരൽ പൊക്കിളി കൊടുക്കേറ്റ് അപ്പുറത്തെടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട്. ആരാണ് സാറിന് അറിയാലോ? പോകിലി. ഇനി എന്തിനാടാ ഇവനെയൊക്കെ പേടിക്കുന്നത്? ധൈര്യമായിട്ട് പോടാ. എന്താ അവിടെ? Rascal. ആരാടാ? ഒരു ചാത്തന്. പോലീസ് സ്റ്റേഷനകത്താണ്ടാ നിന്റെയൊക്കെ ആ പിന്നെ ലോക്കോപ്പിൽ ഇത്തിരി സൗകര്യങ്ങൾ കുറവാ. അത്യാവശ്യം 1 2 പോണെങ്കിൽ ആ മൂലയ്ക്ക് 2 കൊച്ചു കുടം വെച്ചിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് അങ്ങ് സാധിച്ചാൽ മതി. പക്ഷേ താഴേങ്ങ് ഒരു തുള്ളി വീഴരുത്. ಒಂದು ವಿಷಯ ಸರ್, ಒಂದು ಕೇಳಬೇಕು ಸರ್. ಹೋಮ್ ಮಿನಿಸ್ಟರ್. Well done, well done. You have done a fantastic job, Inspector. Thank you, sir. No. It's for me to thank you. Actually, I was on my way to Mysore, but I thought I should personally drop in and congratulate you. Hope you got clinching evidence to nail these 2 fellows, okay? Sir, sir. Good work. Keep it up. ನಮಸ್ಕಾರ. ಬೇಲ್ ಅಪ್ಲಿಕೇಶನ್ ಸರ್. Baila. Avangalka. Koda. കഷ്ടം. ആനാ law is law. നമ്മളാലെ തടുക്ക മുടിയാതെ. We are helpless. I'm afraid this is valid. Come on, release them. Sir. No. Don't feel dejected. உங்க கையிலும் law இருக்கு. Give bail now. Take them to court later. Come on. Okay? ஜெயசங்கர். ஒரு 2 எழுத்த மாத்தி எழுதிட்டா ஜெயசிங்கம். சிங்கம் தான்பா. பாருபா, நம்ம விஷயத்துல அந்த பனிஷ்மெண்ட், சஸ்பென்ஷன், டிரான்ஸ்பர் எதுவும் கிடையாது. நீங்க தான் இருக்கணும், நம்ம பக்கத்திலேயே இருக்கணும். எப்படி? அதுதான் எனக்கு தேவை. டேய் தம்பி, வாடா. സാർ,